കൂട്ടുകാരെ ഗീതാ ഗോവിന്ദം പുതിയ പ്രൊമോയിൽ നമ്മളെല്ലാം കണ്ടു കാണും. നമ്മുടെ ഗീതവും ഗോവിന്ദും നമ്മുടെ ഭദ്രനെ അന്വേഷിച്ച് പോകുന്നുണ്ട്. ശേഷം ഇവർക്ക് ഒരു അജ്ഞാത കോള് വരുന്നുണ്ട്. ഇന്ന സ്ഥലത്ത് പോയാൽ ഭദ്രനെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാൻ സാധിക്കും. അവരെ പോകുമ്പോൾ അവിടെ ആരെയൊക്കെയോ കുടിച്ചിട്ടത് നിലയിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ഒരു സ്ഥലം നമ്മുടെ ഗീതവും ഗോവിന്ദും കാണുന്നുണ്ട്. ശേഷം പോലീസിനൊക്കെ വിളിച്ചു വരുത്തി അവിടെ കുടിമാന്തി നോക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് കേട്ടോ. പക്ഷേ അവിടെ വമ്പൻ ട്വിസ്റ്റ് നടക്കുന്നുണ്ട്. നമ്മുടെ രാധികാമ്മയും വരുണും എല്ലാവരും ഉണ്ട് കേട്ടോ ആ ഒരു ബോഡി പുറത്തെടുക്കുമ്പോൾ. പക്ഷേ ആ ഒരു ബോഡിയുടെ വലിപ്പം കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഭദ്രനല്ല, ഒരിക്കലും നമ്മുടെ ഭദ്രനല്ല. പോരാത്തിന് ആ ഒരു ബോഡി പുറത്തെടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഗീതുവിന്റെ മുഖത്ത് അങ്ങനെ ഒരു ഭാവമില്ല. നമ്മുടെ അച്ഛൻ പോയല്ലോ എന്നുള്ളൊരു ഭാവമൊന്നും ഇല്ല. പോരാത്തിന് രാധികാമ്മ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. അയ്യോ ഇത് ഭദ്രനല്ലല്ലോ എന്നുള്ള രീതിയിൽ ഞെട്ടി നിൽക്കുന്നുണ്ട്. അപ്പൊ കുറെ പേര് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കമന്റ് ചെയ്യുന്നുണ്ട്. അത് മിക്കവാറും കിഷോർ ആയിരിക്കും, കിഷോർ ആയിരിക്കും. അപ്പൊ എനിക്കും തോന്നി കമന്റ് കണ്ടപ്പോൾ ശരിയാണല്ലോ, കിഷോർ ആകാൻ സാധ്യതയുണ്ടല്ലോ. കാരണം അജാസ് ഇപ്പൊ കലിപുള്ളി നിൽക്കുവാണ്. നമ്മുടെ എന്താ പറയാ അത്രയും അവർണിക ഇട്ട് ദ്രോഹിച്ചു കഴിഞ്ഞു. അപ്പൊ അവർണികയുടെ കുഞ്ഞും കൂടി നഷ്ടപ്പെട്ടു. ഇനി അജാസ് തന്നെ ആയിരിക്കുമോ നമ്മുടെ കിഷോറിനെ തല്ലിക്കൊന്ന് അവിടെ കൊണ്ട് ഇട്ടത്? അല്ലെങ്കിൽ വേറൊരു കാര്യം കൂടെ ഇനി അനാർക്കലിയും ആകാൻ സാധ്യതയുണ്ട്. അനാർക്കലിയെ നമ്മുടെ കിഷോർ ഭീഷണിപ്പെടുത്തായിരുന്നല്ലോ. അനാർക്കലിയും കിഷോറും തമ്മിലൊരു ചെറിയൊരു വാക്ക് തർക്കമൊക്കെ ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ ഭദ്രൻ ഇപ്പോൾ മരിച്ചാൽ കഥയ്ക്ക് ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടാകാൻ സാധ്യത കുറവായിരിക്കും. കാരണം ഭദ്രന്റെ കയ്യിൽ കുറെ രഹസ്യങ്ങളുടെ കലവറ തന്നെയുണ്ട്. അപ്പൊ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഭദ്രനെ ഇല്ലാതാക്കിയാൽ കഥയ്ക്ക് ഇങ്ങനെ ബ്ലോക്ക് ആയി പോകും കഥ അല്ലെ. അപ്പൊ ഭദ്രനെ നമ്മുടെ അനാർക്കലി ഇത് സൂത്രപരമായിട്ട് നമ്മുടെ രാധികയൊക്കെ പോയ ശേഷം നമ്മുടെ അനാർക്കലി രക്ഷിച്ചിട്ടുണ്ടാകും. പകരം കിഷോറിനെ ആയിരിക്കും ചിലപ്പോൾ തല്ലിക്കൊന്ന് അവിടെ ഇട്ടിട്ടുണ്ടാവുക. എന്തായാലും കണ്ടു തന്നെ വരട്ടെ. ഒരു വമ്പൻ ട്വിസ്റ്റാണ് അവിടെ ഒളിഞ്ഞു കിടക്കുന്നത്. ഗതാഗതയെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു വമ്പൻ വഴിത്തിരിവാട്ടോ അവിടെ. എന്തായാലും നമുക്ക് നോക്കി കാണാം. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.